എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ ബജറ്റ് പ്രഖ്യാപനം. കാർഷിക അസംഘടിത മേഖലകൾക്ക് ഉണർവ് പകരുന്ന പ്രഖ്യാപനങ്ങൾ. മധ്യവർഗത്തിന് ആശ്വാസമായി ആദായ നികുതി ഇളവ് പ്രഖ്യാപനം. വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട. പ്രതിരോധ മേഖലയ്ക്ക് 3 ലക്ഷം കോടി. തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം. കർഷകരെ അപമാനിക്കുന്ന ബജറ്റെന്ന് രാഹുൽ ഗാന്ധി. ബജറ്റ് പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മൻമോഹൻ സിംഗ്. വികസന ബജറ്റാണെന്ന് പ്രധാനമന്ത്രി. ആഭ്യന്തര ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്ത് UDF. ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കാൻ കോൺഗ്രസ് നീക്കം. കേന്ദ്രത്തിൽ BJPക്കെതിരായ നീക്കം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കുഞ്ഞനന്ദന്റെ ആരോഗ്യ പ്രശ്നം എന്തെന്ന് സർക്കാരിനോട് ആരാഞ്ഞ് ഹൈക്കോടതി. ജയിലിൽ എത്ര വർഷം കഴിഞ്ഞുവെന്ന് ചോദ്യം. കുഞ്ഞനന്ദന്റെ പരോളുമായും ആരോഗ്യനിലയുമായും ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി. കായൽ കയ്യേറ്റ കേസിൽ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തോമസ് ചാണ്ടി പിൻവലിക്കുന്നു. നടപടി കേസിൽ വിധി വരാനിരിക്കെ ഹർജികൾ പിൻവലിക്കുന്ന കാര്യം തോമസ് ചാണ്ടിയുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ ബജറ്റുമായി മോദി സർക്കാർ. കാർഷിക അസംഘടിത മേഖലകൾക്ക് വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ അക്കൗണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനാണ് ബജറ്റിലെ മറ്റൊരു ജനപ്രിയ പദ്ധതി. 8 കോടി കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ പാചകവാതക ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വല പദ്ധതി പ്രകാരം ലഭ്യമാക്കും. മത്സ്യബന്ധന മേഖലയ്ക്കായി പുതിയ ഫിഷറീസ് വകുപ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടക്കാല ബജറ്റ് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ബജറ്റായാണ് ധനകാര്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇടക്കാല ബജറ്റിൽ സമ്പൂർണ്ണ ബജറ്റിന് സമാനമായ രീതിയിലുള്ള ജനപ്രിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കാണ് ബജറ്റിൽ ഏറ്റവുമധികം ഊന്നൽ നൽകിയിരിക്കുന്നത്. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് ബജറ്റിലെ ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. പണം 3 ഗഡുക്കളായി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഇതിന്റെ ഗുണം 12 കോടി കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. 2018 ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും പദ്ധതി നടപ്പാക്കുക. ഇതിനായി ബജറ്റിൽ 75,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. छोटे और सीमांत जो किसान हैं उनको एक प्रकार से उनकी आय में और तेज गति से बढ़े और एक समर्थन देने के हेतु प्रधानमंत्री किसान सम्मान निधि PM किसान नाम की एक ऐतिहासिक योजना इस सरकार ने मंजूरी की है. കർഷകർക്ക് 11.68 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% വായ്പാ ഇളവ് ലഭിക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് ഗുണം ലഭിക്കും. നടപ്പു സാമ്പത്തിക വർഷം തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. പ്രതിമാസം 100 രൂപയാണ് വിഹിതമായി അടയ്ക്കേണ്ടത്. ഇത്രയും തുക തന്നെ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും. ESI പരിധി 21,000 രൂപയായി ഉയർത്തി. 8 കോടി കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ പാചകവാതക ഗ്യാസ് ഉജ്ജ്വല പദ്ധതി പ്രകാരം ലഭ്യമാക്കും. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ കാമധേനു ആയോഗ് പദ്ധതി പ്രഖ്യാപിച്ചു. മത്സ്യബന്ധന മേഖലയ്ക്കായി പുതിയ ഫിഷറീസ് വകുപ്പും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 60,000 കോടി രൂപ മാറ്റിവെച്ചു. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ കാമധേനു ആയോഗ് പദ്ധതി പ്രഖ്യാപിച്ചു. അംഗനവാടി ആശാ വർക്കർമാരുടെ ഓണറേറിയം 50% വർദ്ധിച്ചു. 1 ലക്ഷം ഗ്രാമങ്ങളെ ഡിജിറ്റൽ വില്ലേജുകളാക്കി മാറ്റുമെന്നും ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ദില്ലി. വോട്ട് പിടിക്കുമോ ബജറ്റ്? ഈ വിഷയത്തിൽ ശ്രീ PC തോമസ്, NDA ശ്രീ CR നീലകണ്ഠൻ, ആം ആദ്മി പാർട്ടി ശ്രീ KN ബാലഗോപാൽ, CPIM ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, വലതുപക്ഷ അനുകൂല സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PC തോമസ്, അവസാനത്തെ ഓവറിൽ അവസാനത്തെ ബോളിൽ 6 അടിക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ 4.25 വർഷമായി ചെയ്യാതിരുന്ന കാര്യം കർഷകരെ സംബന്ധിച്ചായാലും അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചായാലും ഇപ്പോൾ ചെയ്യുകയാണ്. അതേമാതിരി തന്നെ മിഡിൽ ക്ലാസ്സിന് ടാക്സിന്റെ ഭാഗത്തുള്ള ആശ്വാസം നൽകുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ പന്തിയല്ല. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു എന്ന സാഹചര്യത്തിൽ മാത്രമല്ലേ? അല്ല, ഈ 5 വർഷം മാത്രമല്ലായിരുന്നല്ലോ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പും ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്തപ്പോൾ അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതിനെ വിമർശിച്ച ആളുകളാണ്. അല്ല, അതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു.
അതിന് മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അവർ വല്ലതും ചെയ്തിട്ടുണ്ടോ? അല്ല, അവർ ചെയ്തതാണ് അവരോട് കാർഷിക കടാശ്വാസ അവരോട് പദ്ധതി, മഹാത്മാഗാന്ധി റൂറൽ തൊഴിലുറപ്പ് പദ്ധതി. അതെ, അതിനൊക്കെ പണം വെച്ചില്ലേ? ഈ MNREGA ആണ് UPIയുടെ പരാജയത്തിന്റെ മകുടോദാഹരണം, സ്മാരകം, മോണമെന്റ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അതിൽ 60,000 കോടി വകയിരുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് UPI മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം? അതാണ് ചിദംബരം പറഞ്ഞത്, ഞങ്ങൾ ചെയ്തത് കോപ്പിയാണെന്ന്. അല്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിനകത്ത് ഏതാണ്ട് 3.8 crores അല്ലെങ്കിൽ കോടി ആളുകളായിരുന്നു ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചില പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ നീക്കിയപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടിയിൽ കൂടുതൽ ടാക്സ് കൊടുക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ പണമുണ്ട്. ആ പണമാണ് പാവപ്പെട്ടവർക്ക് കൂടുതൽ പ്രയോജനം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. അത് സമാഹരിച്ച് അത് കൊടുക്കാൻ വേണ്ടി ഉള്ള നടപടികൾ നീക്കിയിട്ടുണ്ട്. പല പല പദ്ധതികൾ വന്നില്ലേ? ഇത് ഈ ബ്രിമ്മിൽ മാത്രമൊന്നുമല്ല, ഇതിനു മുമ്പ് എത്രയോ പദ്ധതി വന്നു ഇല്ലേ? മുദ്രാ ലോൺ എത്രയോ പേർക്ക് കിട്ടി. അതിനകത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യം. അതുപോലെ പല രീതിയിലുള്ള പണം കിട്ടി. സ്വയം സംരംഭകനാകാൻ തീരുന്ന ഒരുപാട് കാര്യങ്ങൾ. എത്രയോ വിദേശ നിക്ഷേപം ഇവിടെ വന്നിരിക്കുന്നു ഇല്ലേ? ചൈനയെ പോലെ നമ്മൾ പുറകിലാക്കി. മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ ഈ വെൽഫെയർ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീ PC തോമസ്, വെൽഫെയർ പദ്ധതികളുടെ ഒരു ഊന്നൽ എന്നുള്ളത് കാർഷിക മേഖലയിലാണ്. അത് 4 വർഷം മുൻപും ഊന്നാമായിരുന്നു. അതല്ലെങ്കിൽ ഇത് 6ാമത്തെ ബജറ്റാണ്, 1ാമത്തെ ബജറ്റിൽ ഊന്നാമായിരുന്നു. കഴിഞ്ഞ ബജറ്റ് കുറേയൊക്കെ കാർഷികമായിരുന്നു. പക്ഷേ ആദ്യത്തെ ബജറ്റിലോ 2ാമത്തെ ബജറ്റിലോ കാണാത്ത ഒരു സമീപനം ഉണ്ടാകുന്നു. എന്താണോ UPI ചെയ്തത്? UPI ഇത് ചെയ്തിട്ടുണ്ട്. കാർഷിക കടാശ്വാസം അവരെ 2008 എഴുതി തള്ളി 2009 അധികാരത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതുമാതിരിയുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷം മോദിയുടെ എക്കണോമിക്സ് വേറെയാണല്ലോ. മോദിക്ക് UPIയുടെ എക്കണോമിക്സിലേക്ക് അല്ലെങ്കിൽ വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് വരേണ്ടി വന്നു, ഫ്രീ ബി പൊളിറ്റിക്സിലേക്ക് വരേണ്ടി വന്നു. ആ സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 75,000 കോടി രൂപ കാർഷികടം എഴുതി തള്ളാൻ തീരുമാനിച്ച മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിന് വെറും 993 കോടിയേ കിട്ടിയുള്ളൂ. കാരണം എന്താ? ഓരോ സംസ്ഥാനത്തിൻ്റെയും വ്യത്യാസങ്ങൾ നോക്കാതെ അത് കണക്കിലെടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അതൊരു മാറ്റം വരുത്തി. ഓരോ സംസ്ഥാനങ്ങൾ കൊടുത്തോട്ടെ, അവർക്ക് കൊടുക്കാം എന്ന് വെച്ചു. അങ്ങനെ പല സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്, അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ കർഷകർക്ക് വലിയ ആനുകൂല്യങ്ങൾ ഏറ്റവും നൂതനമായ രീതിയിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിനെ ഈ ഗവൺമെൻറ്റല്ലേ കൊടുത്തത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് അവസാനമാണ് എന്ന് പറയുന്നത് ഒരാരോപണം ആയിട്ട് പറഞ്ഞു. പക്ഷേ കൊടുത്തല്ലോ. ശരി, ഇത് മോഡിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് മോഡിയുടെ സാമ്പത്തിക സമീപനങ്ങളെ കുറിച്ചാണ്. ഒരു യൂട്ടേണായി വ്യാഖ്യാനിക്കാമോ? ഇത്തരത്തിലുള്ള സോപ്പുകൾ സാധാരണതയിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ജയിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ഫിസ്ക്കൽ കൺസോൾട്ടേഷനാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ വേറെ സമീപനമാണ്. അതുകൊണ്ട് UPIയുടെ പരിപാടികൾ ഞങ്ങൾക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് UPIയുടെ പരാജയത്തിൻ്റെ ഉദാഹരണമാണെന്ന് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞവർക്ക് ഇപ്പോൾ അവസാനത്തെ നിമിഷം ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷ്, അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം, ഇതൊരു ഭരണഘടനാ വിരുദ്ധ ബജറ്റാണ്. അതിന് കാരണം 6ാമത്തെ ബജറ്റ്. ഒരു സർക്കാരിന് 5 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനേ അവകാശമുള്ളൂ. അപ്പോൾ ഇത് ബജറ്റല്ല, ഇത് പ്രകടന പത്രികയാണ്. ഞാൻ സമ്മതിച്ചു, പ്രകടന പത്രികയാണ് എന്ന് PC സമ്മതിച്ചാൽ എനിക്കൊരു വിരോധമില്ല, ഏത് പാർട്ടിക്കും ഉണ്ടാക്കാം. അത് പാർലമെൻറ്റിൽ പറഞ്ഞു എന്നുള്ളൂ. കാരണം ഈ ഗവൺമെൻറ് ഇതിലൊരു ഇഞ്ച് പോലും പറ്റില്ല. കാരണം ഇതിൻ്റെ ബജറ്റ് പാസ്സാക്കി, അടുത്ത പാർലമെൻറ്റ് ഇത് പാസ്സാക്കി. ഇപ്പോൾ ആദായ നികുതി ഇളവ് പോലും അടുത്ത ജൂലൈക്ക് മുമ്പ് പാർലമെന്റ് കൂടി പാസ്സാക്കണം. അത് വന്നാലേ പറ്റൂ. അല്ല, അത് ആദായ നികുതിയുടെ കാര്യം. ഇപ്പോ നോക്കൂ, ഈ കാർഷിക പദ്ധതി അവിടെയാണ് തെറ്റ്. കഴിഞ്ഞ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് പാർലമെന്റ് പാസ്സാക്കി അത് കഴിഞ്ഞ് ഈ അവസാനത്തെ 2 മാസത്തേക്ക് കൊടുക്കുക എന്നുള്ളത് അതാ ഭരണഘടനാ വിരുദ്ധം ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു സമ്പൂർണ്ണ ബജറ്റ് ഒരിക്കലും ഒരു ഇലക്ഷൻ മുമ്പ് അവതരിപ്പിക്കാറില്ല. ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ടാണ്. ഇവിടെ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ ബജറ്റിനേക്കാൾ ആഘോഷമായി അവതരിപ്പിച്ചു. എക്കണോമിക് സർവേ വന്നില്ല, NSSO ഡോക്യുമെന്റ് വന്നില്ല. NSSO ഡോക്യുമെന്റ് വരട്ടെ. ഇവിടെ ഏത് ബജറ്റിന് മുമ്പിൽ ചെയ്യുമല്ലോ. എന്തിനാ ഞങ്ങൾ ഈ ബജറ്റ് ചെയ്യണേന്ന് പറയാനാണ് ഈ NSSO ഡോക്യുമെന്റ് വെക്കുന്നത്, സാമ്പിൾ സർവേയുടെ. അത് വച്ചാൽ ഞെട്ടിപ്പോവും. കാരണം കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ടത്. കാരണം പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ പ്രകടനം. 45 വർഷത്തെ ഏറ്റവും മോശം നിലയിലാണ്. ഇനി അത് മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം, ഇത് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ PM കിസാൻ യോജന, അതാണല്ലോ ഇപ്പോൾ ഈ നക്കാപ്പിച്ച കൊടുക്കാൻ പോണത്. നക്കാപ്പിച്ച എന്ന് പറഞ്ഞാൽ കൃത്യം നക്കാപ്പിച്ച. ഞാൻ കർഷകന് ശമ്പളം കൊടുക്കണമെന്ന് വളരെ മുമ്പേ വാദിക്കുന്ന ഒരാളാണ്. അതിങ്ങനെ നക്കാപ്പിച്ച ദിവസം 3 രൂപ വെച്ചൊരു കൊടുക്കണമെന്നല്ല, അത് ശരിക്കും കൊടുക്കണം. ഇത് ഈ 3 മാസം ആർക്കൊക്കെയോ പൈസ കൊടുക്കാൻ. എന്നിക്കട്ടെ, അതിനേക്കാൾ പ്രധാനം കഴിഞ്ഞ 5 വർഷം ഉണ്ടാക്കിയ പദ്ധതി എവിടെ? PM ഫസൽ യോജന. ഇൻഷുറൻസ് കമ്പനികൾ കാശ് കിട്ടിപ്പോയി. അല്ല, ഇതൊക്കെ നമുക്ക് അങ്ങനെ വിമർശിക്കാം. പക്ഷേ CR നീലകണ്ഠൻ, ഞാൻ പറയുന്നത് കാര്യം നോക്കൂ,
അല്ല, എനിക്ക് പോളിസിയുടെ കാര്യം. അതല്ല, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കർഷകരെ സംബന്ധിച്ച് 12 ലക്ഷം ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു 12 കോടി ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നോക്കണം അതിന്റെ ആദ്യത്തെ ഘടു, അതായത് 2000 രൂപ ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഈ 12 കോടി കുടുംബങ്ങളിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അല്ല, അതിപ്പോ നമ്മൾ 15 ലക്ഷം വന്നതിന്റെ കഥയൊക്കെ നമുക്ക് അല്ല, ഇത് വരും, നീക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നമുള്ളത്. അവിടെയാണ് ഞാനിത് പറയുന്നത്. ഇത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു കുഴപ്പവും പറയില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച് 1 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതി മാത്രമല്ല, ഇനിയൊരു 90 ദിവസം പോലും അധികാരത്തിലിരിക്കാൻ അവകാശമില്ലാത്തൊരു ഗവൺമെന്റ്, ഇത് കഴിഞ്ഞു വരുന്ന ഗവൺമെന്റിന്റെ മേൽ അവരുടെ പോളിസി എങ്ങനെ ഇവർ നിശ്ചയിക്കണേ? ആ ഗവൺമെന്റ് എന്താണെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് പോളിസി, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണഘടനയ്ക്ക് അതീതമായൊരു പോളിസിയാണ്. ശരി, ഇനി ഇതിൽ രണ്ടാമത്തെ വിഷയം, ഏറ്റവും വലിയ കടബാധ്യത വരുത്തി വയ്ക്കുന്ന ഒരു ബജറ്റാണിത്. ഞാനിപ്പോൾ അതിൻ്റെ കണക്ക് നോക്കി. ഒരു ദിവസം 7627 കോടി രൂപ ചെലവും 5418 കോടി രൂപ വരവും 1928 കോടി രൂപ കമ്മിയുമുള്ള ഒരു. ശരി, തീർച്ചയായും അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ 2019 എങ്ങനെ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കണം എന്നാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുക. ഡോക്ടർ മാത്യു കുഴൽനാടൻ 1,49,981 കോടിയുടെ കൃഷിയുടെ അത്രയും ലക്ഷം കോടിയുടെ അലോക്കേഷൻ കാർഷിക മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ അത് റെക്കോർഡാണ്. വിവിധ മേഖലകളെ സംബന്ധിച്ച് ഇതാണ് അവസ്ഥ. കൃത്യമായും ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെ പോകണമോ അതുപോലെ പോവുകയാണ്. ഇത് മാനിഫെസ്റ്റോ ആണോ എന്ന് ചോദിച്ചാൽ മാനിഫെസ്റ്റോ ആണെന്നും പറയാം. നല്ലൊരു രാഷ്ട്രീയ പ്രസംഗമാണോ എന്ന് ചോദിച്ചാൽ പീയൂഷ് ഗോയൽ നന്നായി പ്രസന്റ് ചെയ്തു എന്നും പറയാം. ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഒരു പ്രതീതി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരിട്ട് ക്യാഷ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. കോൺഗ്രസ് ആലോചിക്കുമ്പോഴേക്ക് BJP അതിവിടെ നടപ്പാകുന്നു. ആദായ നികുതിദായകരെ സംബന്ധിച്ച്, ഇടത്തരക്കാരെ സംബന്ധിച്ച് അവർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഈ ഡിഡക്ഷൻ കൂടി, ഇൻവെസ്റ്റ്മെന്റിലെ ഡിഡക്ഷൻ കൂടി കഴിഞ്ഞാൽ 7 ലക്ഷം വരെയൊക്കെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന അവസ്ഥ വരുന്നു. ഇനി ആനന്ദലബ്ധിക്ക് എന്ത് വേണം? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ജെനുവിനിറ്റിയും സിൻസിയറിറ്റിയും ആണ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. 5 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ അധികാരം ഒഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തുന്ന ഒരു പ്രഖ്യാപനത്തിന് അതിൻ്റെതായ ഒരു ലാഘവത്തോടു കൂടി ആളുകൾ കാണത്തുള്ളൂ. നമ്പർ 1. ഇതിനു മുമ്പ് ഇവരുടെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അവതരിപ്പിച്ചത് 2014 ഞാനും അത് വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ച ഒന്നാണ്. അതിൽ അവർ അനൗൺസ് ചെയ്ത നിരവധി കാര്യങ്ങൾ ഇത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പ്രധാനമായിട്ട് 1-2 കാര്യം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 100 സ്മാർട്ട് സിറ്റീസ് ഉണ്ടാക്കും എന്ന പ്രഖ്യാപനം അന്ന് 5 വർഷം മുമ്പ് നടത്തിയിരുന്നു. അതെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു ആഹ്വാനം, വലിയൊരു ക്ലെയിം അവർ ഉയർത്തിയിരുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ അവർ പറയുകയാണ് വില്ലേജസിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഞങ്ങൾ പോകുന്നു, അത് ചെയ്യും, അത് റീച്ച് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ സ്കീം, പെൺകുട്ടികളെ ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അതിന്റെയൊക്കെ യഥാർത്ഥ വശങ്ങൾ നോക്കിയാൽ അതിന് 644 കോടി രൂപ അനുവദിച്ചതില് അതിനകത്ത് കേവലം 25% മാത്രമാണ് സ്പെൻഡ് ചെയ്യുക. 644 അനുവദിച്ചാൽ 25% മാത്രമാണ് ചെലവഴിച്ചത്. അതിനകത്ത് 19% ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇതുവരെ ചെലവാക്കിയതിൽ 56% പണവും അതിന്റെ പരസ്യത്തിന്, നമ്മളൊക്കെ എയർപോർട്ടിൽ പോയാലും നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും നമ്മളൊക്കെ പെട്രോൾ പമ്പിൽ പോയാലും ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നും പറഞ്ഞുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. ചെലവാക്കിയ പണത്തിന്റെ 56% പരസ്യത്തിന് ചെലവാക്കി. ഈ ഒരു ട്രാക്ക് റെക്കോർഡിലെ ഒരു ഗവൺമെന്റ് നടത്തുന്ന ഈ അനൗൺസ്മെന്റ്സ് തന്നെയല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോ കർഷകർക്ക് ഇത്ര വലിയൊരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ സർക്കാർ നിർബന്ധിതമായത് കഴിഞ്ഞ ഏതാനും നാളുകളായി വളരെ അഗ്രസീവായ രാഹുൽ ഗാന്ധി കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം. ശരി, അതാണ് ഇങ്ങനെയുള്ള പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഞാൻ വരാം മാത്യു, ദയവായി തുടരുക. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം അത് തന്നെയാകാം. ശ്രീ PC തോമസ്, ഒന്ന്
ഒരു റൂറൽ അഗ്രേറിയൻ ക്രൈസിസ് ഉണ്ട് ഇവിടെ. അത് BJPക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഹിന്ദി ബെൽറ്റിലടക്കം അതുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അതിനിത് പര്യാപ്തമാണോ എന്ന പ്രശ്നമുണ്ട്. ഒരാളെ സംബന്ധിച്ച് ദിവസം 17 രൂപയാണ് ഈ സ്കീം പ്രകാരം കിട്ടുക. ഇനി 5 പേരുള്ള ഒരു കുടുംബമാണെന്ന് വെച്ചോ, ഒരു ദിവസം 3 രൂപയിൽ അല്പം കൂടുതലാണ് ഒരു ദിവസം ഈ സ്കീം വഴി നമ്മൾ ആ സ്കീമിനെ ഒരു ദിവസത്തേക്ക് ചുരുക്കിയാൽ കിട്ടുക. അത്ര തുച്ഛമായ തുക കൊണ്ട് ഈ പറയുന്നത് മാതിരി ഒരു വർഷം 3 തവണയായി 2000 രൂപ കിട്ടുന്നത് കൊണ്ട് ഇന്ത്യയിലെ കർഷകന്റെ പ്രശ്നങ്ങൾ ഏതെങ്കിലും പരിഹൃതമാവാൻ പോകുന്നുണ്ടോ? അവനെ സംബന്ധിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ വലുതാണ്. നിങ്ങൾ മുൻപ് മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം ചെയ്ത അവൻ്റെ താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അത് എങ്ങനെയാണ് ഇരട്ടിയാക്കുക അവൻ്റെ വരുമാനം എന്ന വിഷയമുണ്ട്. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച വിഷയമുണ്ട്. ഇതൊക്കെ അവസാനം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മറന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്കിത് അക്കൗണ്ടിലേക്ക് 2000 രൂപ ആദ്യം ഫെബ്രുവരി അവസാനം വരുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രശ്നം കഴിയുമോ? അങ്ങനെയല്ല, ഒരു പുതിയ സ്കീം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്കീമിൽ ഇപ്പം വരുമ്പോൾ ഒരു തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ തുകയായിരിക്കണമെന്നില്ല. ഒരു സ്കീം വരികയാണ്. ആ സ്കീം ഇനിയും വലുതാക്കാമല്ലോ. ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇനിയും വലുതാക്കാം. അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ അവർക്കും വലുതാക്കാം. പക്ഷേ ഒരു സ്കീം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും അല്ല, ഇത് ഭരണഘടനാപരമായിട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഭരണഘടനയിൽ പറയുന്നത്, ഇതനുസരിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കുറേ അധികം സ്കീമുകൾ നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് അല്ലേ. 314 ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പലതിലും വളരെ വളരെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഓരോന്നിൻ്റെയും റിസൾട്ടിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ടുകൾ ട്രാക്ക് റെക്കോർഡ് ഇവരാരും പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ശരി, ഇനിയിപ്പോൾ നല്ല ഒരു ഇന്റൻഷനിലാണ് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നുകിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കാമായിരുന്നു. ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് മുൻകാല പ്രാബല്യത്തോടെ ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇത് നടപ്പാക്കുകയാണ്. അതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഈ ഫിസ്ക്കലിൽ തന്നെ ഇതിന്റെ പണം നീക്കിവെപ്പ് നടത്തുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് അവന്റെ അക്കൗണ്ടിൽ പണം വരണം എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് സാമ്പത്തിക ലക്ഷ്യത്തെക്കാൾ ഉപരി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണല്ലോ, രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ. മുൻകാല പ്രാബല്യം വന്നതിൽ ഇത്ര വലിയ വിഷമമുണ്ടോ? വന്നതിനെന്താ? അല്ല, ഒരു കൊല്ലം വെച്ചോട്ടെ. 5 കൊല്ലം വെക്കാൻ വരുന്നത് അതായിരുന്നു ഇച്ചോടെ നല്ലത്. ശരിയാ, 5 കൊല്ലം വെക്കാൻ പറ്റത്തില്ല. ഒരു സാമ്പത്തിക വർഷമോ അല്ലെങ്കിൽ ആ സമയത്തെയോ കുറച്ച് സമയത്തെ വെച്ചു. അതിനെന്നാ കുഴപ്പം? അത്രയും കിട്ടുന്നതിന് എന്താ കുഴപ്പം? ആർക്കാ ഇതിനകത്ത് വലിയ സങ്കടമല്ല. ഇതിപ്പോ പണ്ട് തമിഴ്നാട്ടിൽ ജയലളിതയും കരുണാനിധിയും അരി കൊടുക്കുന്നൊക്കെ പറയുന്ന പോലെ ഇത് ഫ്രീബി പൊളിറ്റിക്സ് ആണ്. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആളുടെ അക്കൗണ്ടിൽ 2000 രൂപ എല്ലാം നോക്കിയാ പൊളിറ്റിക്സ് നോക്കിയാണല്ലോ, എല്ലാ കാര്യവും അത് തന്നെയാണല്ലോ. നമുക്ക് ഇതെല്ലാം കൗണ്ട് ചെയ്യുമെന്നുള്ളത് സംശയമൊന്നുമില്ല. കൗണ്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യം വേറെയുമുണ്ട്. ഇനിയും ഇതിനു മുമ്പ് നടപ്പാക്കിയ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ വളരെ വളരെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മളല്ല ഗ്രേഡ് ചെയ്തിരിക്കുന്നത്, ലോകരാജ്യങ്ങൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നതിൽ ഇതിനകത്ത് തന്നെ പറഞ്ഞില്ലേ ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന്. അങ്ങനെ പലതിലും നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നത് കണ്ണടച്ച് കണ്ടിട്ട് അല്ലെങ്കിൽ അടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു പുതിയ പദ്ധതി വന്നപ്പോൾ അതിപ്പോഴാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? ഇന്നലെ പറയാമായിരുന്നു. പക്ഷേ ഇന്നലെ പറയാവുന്നവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നെന്താ ചോദിക്കാത്തത്? ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ KN ബാലഗോപാൽ, 3 ഇടങ്ങളിലും, 1 കാർഷിക മേഖലയിൽ, 2 അസംഘടിത മേഖലയിൽ, 3 മിഡിൽ ക്ലാസ്സിൽ, ഈ 3 ഇടങ്ങളിലും ആശ്വാസമുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ കാർഷിക മേഖലയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനടി നടപ്പിൽ വരാൻ പോവുകയാണ്. അതിനി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കാത്തിരിപ്പില്ല. ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പാകാൻ പോവുകയാണ്. കർഷകരെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടിൽ നേരിട്ട് പണം എത്തുന്ന ആശ്വാസ പദ്ധതി. ഇതൊരു ഗെയിം ചേഞ്ചർ ആകാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കർഷക മേഖലയിലും അതുപോലെ മിഡിൽ ക്ലാസ്സിലും ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ പോകുന്ന ഒരു വലിയ സംഗതിയായി മാറാൻ പോവുകയാണോ? ഗെയിം ചേഞ്ചർ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതങ്ങനെ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ 6000 രൂപ ഒരു വർഷം, അതിനകത്ത് 2000 2000 2000 3 പ്രാവശ്യമായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ കണക്ക് പറഞ്ഞല്ലോ, ഒരു ദിവസം 5 അംഗമുള്ള ഒരു കുടുംബത്തിൽ 4 രൂപയെ താഴെയാണ് ഒരാൾക്ക് കിട്ടുന്നത് തുടങ്ങിയ കാര്യമുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിൽ നമ്മൾ നോക്ക്, കേരളത്തിൽ ഇപ്പം 1200 വെച്ച ഒരു മാസം മിക്കവാറും ആളുകൾക്ക്, കേരളത്തിൽ 45 ലക്ഷം ആളുകൾക്ക് കിട്ടുന്നുണ്ട് ഈ പെൻഷൻ പലതരത്തിൽ. അപ്പോൾ 1200 വെച്ച് ഒരു വർഷം കിട്ടുമെന്ന് പറഞ്ഞാൽ 14,400 രൂപ ഒരു വർഷം കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പം അവിടെയാണ് 6000 രൂപ ഒരു കർഷക കുടുംബത്തിന് കൊടുക്കുന്നത്.
അങ്ങനെ കൊടുക്കുന്നത് ഒരു കാര്യമുണ്ട്, BJP നേരത്തെ പറഞ്ഞതിൻ്റെ അത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും. 15 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിൻ്റെയും അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിച്ചത്. ഏതായാലും അത് ആളുകൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഓർത്താലോ എന്ന് കരുതിയായിരിക്കും ഇപ്പോൾ 6000-ൻ്റെ ഒരു തുക. ഇതിപ്പോൾ ഈ ഗവൺമെൻറ് ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സാധാരണ ചെയ്യാൻ പാടില്ല. കാരണം 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പുതിയ ഗവൺമെൻറ് വരുന്നു. ലോക്സഭ അടുത്ത ഈ ഇടക്കാല ബഡ്ജറ്റ് പാസ്സായിട്ട് പൂർണ്ണ ബഡ്ജറ്റ് ലോക്സഭ പാസ്സാക്കണമെങ്കിൽ അടുത്ത ലോക്സഭ വരണം. അപ്പോൾ BJP ഗവൺമെൻറ് അധികാരത്തിൽ കാണില്ല എന്നുള്ളതാണ് സ്ഥിതി സാധാരണഗതിയിൽ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പാർലമെന്ററി പ്രൊപ്പറേറ്ററിയുടെ പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ പൈസ ഇപ്പോൾ ഒരു ഗവൺമെന്റിൽ നിന്ന് 2000 രൂപ വെച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുത്തൊന്ന് ഒട്ടുപിടിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു സമീപനത്തോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നല്ലാതെ ഒരു ലോങ് ടേം എന്ന നിലയിലേക്ക് ചെയ്യാനുള്ള ഒരു ഗെയിം ചേഞ്ചറേ അല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം പറഞ്ഞാൽ പെൻഷന്റെ കാര്യമാണ്. 3000 രൂപ പെൻഷൻ 32 വർഷം സർവ് ചെയ്ത ഒരാൾക്ക് 100 രൂപ വെച്ച് മാസം അടച്ചാൽ 3000 രൂപ പെൻഷൻ കൊടുക്കും. എന്തൊരു കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊന്നും കേട്ടാൽ ആളുകൾക്ക് ഒട്ടും അത്ഭുതം തോന്നില്ല. കാരണം ഇവിടെ എത്രയോ കൃത്യമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ശ്രീ തോമസ് ഐസക് പറഞ്ഞത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പം ഒരു പെൻഷൻ ഒരു ക്ഷേമനിധി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കാണ്. അവിടെ ഉൾപ്പെടെ ഒരു 1000 രൂപയെങ്കിലും 1000-1200 രൂപയെങ്കിലും മിനിമം കൊടുക്കുന്ന തരത്തിലേക്കുള്ള പെൻഷൻ പദ്ധതികൾ ഇപ്പോൾ ഉണ്ട്. ഇവിടെ 32 വർഷത്തിന് ശേഷം ഒരു പെൻഷൻ കൊടുക്കുമെന്നാണ്. പിന്നെ പറയുന്നത് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് എന്തോ കൊണ്ടുവന്നു എന്നാണ്. മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിന്റെ കാര്യമാണ്. ഇൻകം ടാക്സിന്റെ കാര്യത്തിനകത്ത് 5 ലക്ഷമാക്കി. അത് എത്ര പേരെ അപ്പീസ് ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ മറുവശത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു കാര്യങ്ങളില്ല. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്ന വരുമാനം കുറച്ചു. സെൻട്രൽ ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റ് നിരക്ക് ലോകത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ 40-45 വർഷക്കാലത്തെ ഏറ്റവും ഉയർന്ന അൺഎംപ്ലോയ്മെന്റ് നിരക്കാണെന്നുള്ള വാർത്തകൾ ഇന്നലെ വരുന്നു. ഈ തൊഴിലില്ലായ്മയെ ആ പാവപ്പെട്ട ജനങ്ങളെ, ആളുകളെ, അവരുടെയൊക്കെ പ്രശ്നത്തിൽ എന്തായി ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ഫെയ്ഡ് ആവുന്ന, വളരെ പെട്ടെന്ന് മങ്ങിപ്പോകുന്ന ചില പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ ശരി, അതാണ് അക്കാര്യത്തിലെ CPM-ന്റെ കാഴ്ചപ്പാട്. ഞാൻ വരാം. ശ്രീ CR നീലകണ്ഠൻ, ശരി, ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇംപ്രോപ്രൈറ്റി ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇത് എക്കോണമിയെ സംബന്ധിച്ച് അത്ര ഗുണകരമായില്ല എന്ന് വരാം. പക്ഷേ ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. അടുത്ത തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അടിയന്തര രാഷ്ട്രീയ പ്രാധാന്യം. അതിനാണ് അതിലൊന്ന് കർഷകരെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ കർഷകരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു രണ്ടാമത്തേത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് BJP-യെ നല്ല നിലയ്ക്ക് സഹായിച്ചവരാണ്. അവർക്ക് ഒരു ഡിസിലൂഷൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അത് പരിഹരിക്കണം. അതിനുവേണ്ടി അവരെ സംബന്ധിച്ച് ഈ ആദായ നികുതി മാത്രമല്ല, ക്യാപിറ്റൽ ഗെയിൻ സംബന്ധിച്ച് 2 കോടി വരെ രണ്ടാമതൊരു വീട് എന്നുള്ള കാര്യത്തിൽ എക്സംഷൻ കൊടുക്കുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാക്കുന്നു. അവർ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് കിട്ടുകയാണ്. അത് കിട്ടി. ആ സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്താണ് ഒരു ഇലക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് BJP-യെ സംബന്ധിച്ച് ഗുണകരമാകാനുള്ള എല്ലാ സാധ്യതയുമില്ലേ? അല്ല, ഒന്നാമത് കർഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടെ ജപ്തി ഭീഷണി നേരിട്ട് ഏത് സമയവും വീടൊഴിയാൻ സർഫാസി അടക്കമുള്ള നിയമങ്ങൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കർഷകർ. ആത്മഹത്യാ മുനമ്പിലാണ്. ഈ 2000 രൂപ കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും കർഷകൻ പ്രത്യേകമായി മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ മേഖലയിൽ പോലും തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ നിൽക്കുന്നു. കുടുംബങ്ങളുടെ വരുമാനം തകർന്നിരിക്കുന്നു. വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കർഷകന് 2000 രൂപ കൊടുത്തുകൊണ്ട് അവൻ നാളെ പോയി വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മധ്യവർഗ്ഗക്കാരുടെ കാര്യത്തിൽ മധ്യവർഗ്ഗക്കാർക്ക് ഇത് പ്രതീക്ഷ കൊടുക്കുമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ പ്രതീക്ഷ പോലും ശരിയാവണമെങ്കിൽ ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യേണ്ട കാര്യം അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ വന്നിട്ട് ഒറ്റയടിക്ക് ഇതങ്ങ് പറയുകയാണ്. ഈ ഗവൺമെൻറ് ജോലി അല്ലാതെ വരുന്ന കാലത്തെ ഗവൺമെൻറ് ജോലിയാക്കിക്കൊണ്ട്, അവിടെയാണ് ഇത് ഞാൻ മാനിഫെസ്റ്റോ ആണെന്ന് പറഞ്ഞത്. ഇത് ഒരു പ്രചരണ മാനിഫെസ്റ്റോ എന്ന അർത്ഥത്തിൽ ഞാനിതിനെ അംഗീകരിക്കുന്നു. മോഡിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഇതിനപ്പുറം ഒരു കടാശ്വാസ സാധ്യത ഇവിടെ ഇല്ല. കർഷകർ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, MS സ്വാമിനാഥൻ എവിടെ? കേൾക്കാനില്ല, മിണ്ടിയില്ല ആ പേര്. എന്തേ കഴിഞ്ഞ 1000 പ്രാവശ്യം ആവർത്തിച്ച ഒരു പേരല്ലേ MS സ്വാമിനാഥൻ? എന്തേ MS സ്വാമിനാഥൻ എവിടെ പോയി? ബാങ്കിൻ്റെ മറ്റു രീതികൾ, ഒരു റിലീഫ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. ഇനി വേണ്ട, അസംഘടിത തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹി ഗവൺമെൻറ് ആദ്യം ചെയ്തിട്ടുണ്ട് മിനിമം വേജസ് ആക്ട്. മിനിമം വേജസ് ഏറ്റവും ഉയർന്നത് ഡൽഹിയാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്തേ മിനിമം വേജസിൻ്റെ ഒരു ആക്ട് കൊണ്ടുവരുന്നത് പറയാത്തത്? ശരി, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, 6ാമത്തെ ബജറ്റാണ്. അവിടെ കേവലം 2 മാസം മാത്രം അധികാരത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇത്രയും വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്
ഇംപ്രോപ്പറൈറ്റിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തേത്, ഈ അവസാന നിമിഷം കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള സോപ്പുകൾ ഗെയിം ചേഞ്ചർ ആകും എന്നുള്ളത് ഒരു അമിത ആത്മവിശ്വാസമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. താങ്കൾ ഇതിനെ ഏത് നിലയ്ക്കാണ് കാണുന്നത്? പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് പണം വരുന്ന കർഷകർക്കായാലും വരുമാന ആദായ നികുതി പരിധി ഉയർത്തപ്പെടുന്ന മിഡിൽ ക്ലാസ്സുകാരനായാലും ഒരു സന്തോഷമുണ്ടാകും. അതൊരു വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു ബജറ്റാണോ ഇത്? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതിൻ്റെ ഒരു ഇലക്ടറൽ വിക്ടറി നോക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് അല്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. കാരണം ഈ ഫാമേഴ്സിന് കൊടുക്കുന്ന ഇൻകം ഒരു സപ്ലിമെൻ്ററി ഇൻകമാണ്. അല്ലാതെ ഈ പറയുന്ന ഒരു 500 രൂപയല്ലേ മാസം ഉള്ളൂ എന്ന് കാണേണ്ട കാര്യമില്ല. ഇതിനൊരു സപ്ലിമെൻ്ററി ആയിട്ട് അവർക്കൊരു റിലീഫിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻകം ആയിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഇതൊരു എക്കോണമിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ അതൊരു ഗ്രോത്ത്, ഒരു സ്പെൻഡിങ് ആണല്ലോ എപ്പോഴും ഒരു ഗ്രോത്തിൻ്റെ ഒരു എഞ്ചിനായിട്ട് കാണേണ്ടത്. ആ ഗ്രോത്തിനെ ഇത് ഡെഫിനറ്റ് ആയിട്ടും വളരെയധികം ബാധിക്കും. വളരെയധികം ഒരു 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 സ്ട്രെങ്ത് ഉണ്ടാവും. എക്കോണമിക്ക് വളരെ ശക്തമായ ഒരു ഊർജം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. രണ്ട്, ടാക്സ് സോപ്പ് എന്ന് പറയുന്ന ഈ ഒരുപാട് കാലമായിട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ 3-4 വർഷമായിട്ട് എല്ലാ പ്രാവശ്യവും BJP സർക്കാർ വന്ന അല്ലെങ്കിൽ NDA സർക്കാർ വന്നപ്പോൾ മുതൽ 5 ലക്ഷം രൂപ ആക്കണം എന്ന് പറയുന്ന ഹോപ്പ് എല്ലാ മീഡിയകളിലും വന്നിരുന്നു. ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം കഴിഞ്ഞ കുറച്ച് ഇപ്പോൾ ഒരു ആദ്യം മുതലേ നോക്കുകയാണെങ്കിൽ ഈ എക്കോണമിയെ ക്ലീനപ്പ് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ജൻധൻ യോജന വന്നു, അത് കഴിഞ്ഞ് ജാം ട്രിനിറ്റി ഉണ്ടായി, ഒരു ബ്ലാക്ക് മണി ഡിക്ലറേഷൻ സ്കീം വന്നു, അത് കഴിഞ്ഞ് ഡിമോണിറ്റൈസ് ചെയ്തു. അപ്പം ഒരു ഓർഗനൈസ്ഡ് എക്കോണമിയും അൺഓർഗനൈസ്ഡ് എക്കോണമിയും തമ്മിലുള്ള ഒരു മേജർ ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് GST നിലവിൽ വന്നു. ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഇമ്പാക്ട് നമ്മുടെ ഡയറക്റ്റ് ടാക്സസിൽ പ്രതിഫലിച്ചു. അത് ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരു ലോങ് ഓവർ ഡ്യൂ ആയിട്ടുള്ള, അതായത് 6 ലക്ഷം കോടിയിൽ നിന്ന് 12 ലക്ഷം കോടിയായിട്ട് മാറിയ ആ ടാക്സ് ഡയറക്റ്റ് കളക്ഷന്റെ ഒരു ഗുഡ്വിൽ ജസ്റ്റർ തന്നെയാണ് ആ ഒരു 5 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നുള്ള റിലീഫ്. ഇതൊരു സ്ലാബ് ചേഞ്ച് അല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ക്ലെവറായിട്ട് ഒരു ഐഡിയ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. 5 ലക്ഷം വരെയുള്ളത്. ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ സാലറീഡ് എംപ്ലോയിക്ക് ആക്ച്വലി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 10,50,000 രൂപ വരെ ഉള്ളവർക്ക് ഇതിന്റെ ടാക്സ് പ്ലാനിങ് മെഷേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാലറീഡ് എംപ്ലോയീസിന് 0 ടാക്സ് ആയിട്ട് കൊടുക്കാനൊക്കും. കാരണം ഒരുപാട് അഡ്വാൻസ് ആയി, അതായത് നമുക്ക് 50,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, ഹൗസിംഗ് ലോണിന്റെ 2 ലക്ഷം രൂപയുണ്ട്, 1.5 ലക്ഷം രൂപ PF അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താലുണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 10 ലക്ഷം, ഈ 5 ലക്ഷം എന്നുള്ളതല്ല, 10,50,000 റുപ്പീസ് വരെ ഉള്ള ആളുകൾക്ക് പ്രൂഡന്റ് ആയിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിനൊരു 0 ടാക്സ് ലയബിലിറ്റിയോട്ട് കൊണ്ടിരുന്നു. വളരെയധികം ആളുകളെ ഈ പറയുന്ന ഒരു മിഡിൽ ക്ലാസ്സിനെ സ്ട്രോങ് ആയിട്ട് ഒരു റിലീഫ് കൊടുക്കുന്നതാണ്. ആ റിലീഫ് കൊടുത്തത് സോപ്പ് ആകട്ടെ, ഇലക്ഷൻ ആകട്ടെ, പക്ഷെ ഇത് വളരെ വെൽക്കം ആണ്. അപ്പം ആ ഒരു കാര്യത്തില് കംപ്ലയൻസ് കൊണ്ടുവരാൻ പറ്റി. ആളുകളുടെ ടാക്സ് ഫയലിംഗ്, ടാക്സ് DDP റേഷ്യോ ഇൻക്രീസ് ചെയ്തു, ടാക്സ് ഡയറക്റ്റ് കളക്ഷൻസ് ഡബിൾ ചെയ്തു. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ജസ്റ്റർ ചെയ്തത് വളരെയധികം സ്വാഗതാർഹമാണ്. അതുപോലെ ഈ ഫാമിംഗ് ഇൻകം, ഇപ്പം ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻകം, യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് 2 വർഷം മുമ്പ് തന്നെ ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുള്ളതാണ്. അവിടെ ഒരു അഡീഷണൽ 6,000 രൂപ വെച്ചിട്ട് വളരെ മാർജിനലായിട്ടും കമ്മ്യൂണിറ്റിക്കാണ് ഇതിന്റെ വിവിധ വശങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതുണ്ട്. ദയവായി തുടരുക ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകനോ അതല്ലെങ്കിൽ സാലറീഡ് ക്ലാസ്സിൽപ്പെട്ട ഒരാളെ എടുക്കുക. അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തായാലും ഹോം ലോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇൻഷുറൻസ് ഉണ്ടാവും,
മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ 5 ലക്ഷത്തിൻ്റെ പരിധിയിൽ നിൽക്കില്ല. എങ്ങനെ പോയാലും 7 8 ലക്ഷം, അതല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷം വരെയും വിവിധ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആണെങ്കിൽ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ സാലറീഡ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നവർ എത്രയുണ്ട് എന്ന് എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ വളരെ കുറവാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരു വലിയ സെക്ഷന് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ആശ്വാസത്തെക്കാൾ ഉപരി സന്തോഷം നൽകുന്ന ഒരു മെഷർ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവുകയാണ്. അത് അവരുടെ പൊളിറ്റിക്കൽ പ്രയോറിറ്റിയെ നല്ലവണ്ണം സ്വാധീനിക്കില്ലേ? അല്ല, ആ ഒരു നടപടിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറെ കാലമായി മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആഗ്രഹിച്ചിരുന്ന ഒരു ടാക്സേഷനാണ്. ഇപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവും. കാരണം 5 ലക്ഷം രൂപ വരെയുള്ള ഒരു എക്സംഷൻ എന്ന് പറയും. പക്ഷെ ഞാൻ ബഡ്ജറ്റ് സ്പീച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് എനിക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു കാര്യം ഞാൻ നോക്കി മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നേരത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഫസ്റ്റ് ബാൻഡ്, ആ ബാൻഡിന് 5% ആണ് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നത്. അതിന് മുകളിലേക്ക് 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20%, പിന്നെ 30%, അങ്ങനെയാണ് അതിന്റെ ബാൻഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോൾ 5 ലക്ഷം വരെയുള്ള എക്സെപ്റ്റ് ചെയ്തു എന്ന് കണ്ടെങ്കിലും 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയോ അങ്ങനെ 5% ബാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതുണ്ടെങ്കിൽ അങ്ങനെ ആ ബാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പരക്കെ ഒരു ഗുണം കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയാൻ കഴിയൂ. അതല്ലെങ്കിൽ ഒരു കുറെ ആളുകൾക്ക് 5 ലക്ഷം വരെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടുമെന്നുള്ളതല്ലാതെ ഇന്ന് നമ്മുടെ ഈ ശരാശരി വരുമാനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വൈഡ് സ്പ്രെഡ് ആയ ഒരു ഗുണം അതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ എത്ര നോക്കിയിരുന്നു മാത്യു, അത് ഈ 5 ലക്ഷം വരെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡിഡക്ഷൻ കൂടി കൂട്ടിയാൽ ആ പരിധിയിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ കൂടുതൽ വരുമാനം ഉള്ളവരുടെ ആദ്യത്തെ 5 ലക്ഷത്തിന് ഈ പറയുന്ന ആനുകൂല്യം കിട്ടില്ല. ഞാൻ മടങ്ങിയെത്താം താങ്കൾ. ഞാൻ പറഞ്ഞതല്ല അഭിലാഷ്, 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ളവർക്ക് എത്ര പെർസെന്റേജ് ആണ്? അതൊക്കെ നിലവിലുള്ള സ്ലാബുകൾ അതേപടി തന്നെ നിൽക്കുകയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. സ്ലാബുകൾ അതേപടി നിൽക്കാന്ന് വെച്ചാൽ നേരത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 5% ആ സ്ലാബുകൾ അതേപടി നിൽക്കാന്ന് വെച്ചാൽ 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 20%. അപ്പൊ ബേസിക് ചെറിയ ബാൻഡ് എന്നത് എടുത്തു കളഞ്ഞു, അതാരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോ 5 ലക്ഷം രൂപ പരിധി വരെയുള്ളതിന് ടാക്സ് ഇല്ലാതാക്കുകയും 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ളവർക്ക് 5% ആക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശരാശരി ഒരുപാട് പേർക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിക്കും. ഇതിപ്പോ 5 ലക്ഷത്തിന് മുകളിലേക്ക് 20% തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഭാഗം ആളുകൾക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അത് പക്ഷെ അവർ കുറച്ചുകൂടി ഉയർന്ന വരുമാനം ഉള്ളവരാണെന്ന് കരുതാം. സ്ലാബ് മാറ്റുകയല്ല, റിബേറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ടാക്സ് കംപ്ലയൻസ് കൂടി എന്നുള്ളതാണ്. അത് കൃത്യമായി പീയൂഷ് ഗോയൽ എടുത്തു പറഞ്ഞത് ഡിമോണിറ്റൈസേഷന് ശേഷമുള്ള വർഷം സമർപ്പിക്കപ്പെട്ട ആദായ നികുതി റിട്ടേണുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. അപ്പോൾ ഞങ്ങൾ ഒരു ശ്രമം നടത്തി, അതിന് ഫലമുണ്ടായി, മണി അക്കൗണ്ടഡായി, കള്ളപ്പണം എന്നുള്ള സാധ്യത അതല്ലെങ്കിൽ നികുതി വെട്ടിപ്പ് എന്നുള്ള സാധ്യത കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നികുതിദായകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം 34 കോടി ജൻധൻ അക്കൗണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഈ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു പരിസരത്തിൽ നിന്നാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വർഷം അല്ലെങ്കിൽ ഒടുവിലത്തെ മാസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നേരിട്ട് നടത്തിയതല്ല, അതിനു മുൻപ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാൻ ഈ സർക്കാരിൻ്റെ ഒരു അവസരമില്ലേ? ഈ മിഡിൽ ക്ലാസ്സിനെ അപ്പീസ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടി ടാക്സിന്റെ നെറ്റ് വർദ്ധിപ്പിച്ച് പറഞ്ഞല്ലോ, 5 ലക്ഷം ആക്കി. അപ്പോൾ 6.5 ലക്ഷം അല്ലെങ്കിൽ മറ്റ് എക്സംഷൻസ് ഒക്കെ കിട്ടി കുറേ കൂടെ മേലോട്ട് പോയിരിക്കും. പക്ഷേ വളരെ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ ബാൻഡിൽ 5% ഉണ്ടായിരുന്നത്. ആ 5%ന്റെ കാര്യം മാറി, വളരെ ചെറിയൊരു ശതമാനം ആയിരുന്നല്ലോ 5%. പിന്നെ പെട്ടെന്ന് ഇതൊരാൾക്ക് 20% ആവുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട തുക കൂടുന്നു. ഇതൊക്കെ ആളുകൾ ഞാൻ വരാം. ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്. ശ്രീ പി സി തോമസ്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 5 വർഷം അച്ചാദിൻ വാഗ്ദാനം ചെയ്ത അധികാരത്തിലെത്തിയ ആളുകളാണ്. ജനങ്ങളുടെ ജീവിതം ഏത് തരത്തിൽ മാറ്റി എന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി ഉണ്ടല്ലോ. ആളുകളുടെ ജീവിതാനുഭവം മാറിയിട്ടുണ്ടോ? ജനങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും സെക്ടറിൽ, അതിപ്പോൾ കർഷകരാകട്ടെ, തൊഴിലാളികളാകട്ടെ,
അതല്ല ഇടത്തരക്കാരാകട്ടെ ആരുടെയെങ്കിലും ജീവിതം ഗുണപരമായി മാറി മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്തിൽ നിന്ന് ഈ കാലമാകുമ്പോഴേക്ക് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലല്ലേ ഈ അവസാനം നടത്തുന്ന പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യും? അല്ല, എത്രയോ കാര്യങ്ങളിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പറ്റും. ഒരു തയ്യൽ കട നടത്താനായിട്ട് പറ്റാത്ത ഒരു കുടുംബിനിക്ക് ഒരു തയ്യൽ കട നടത്തണമെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് സ്ഥലമില്ല എങ്കിൽ ഒരു മാർഗവുമില്ല. പക്ഷേ ഇപ്പോൾ 10 ലക്ഷം രൂപ വരെ കിട്ടാം. അതുപോലെ MSME ചെറിയ സ്മോൾ ഇൻഡസ്ട്രീസ് 1 കോടി വരെ കിട്ടാം. വേറെ ചിലതിന് 2 കോടി വരെ കിട്ടാം. എന്താ സെക്യൂരിറ്റി ഇല്ലാതെ 59 മിനിറ്റിനകം പാസ്സാക്കണമെന്നാണ് നിയമം. അതൊന്നും കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ പ്രയോജനം നമുക്ക് നമ്മുടെ നാടിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം ഒരുപാട് സംരംഭകരുടെ, ഒരുപാട് പുതിയ ആളുകൾ, പുതുതായിട്ട് ചെറുപ്പക്കാരെ പുതിയ തൊഴിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ ഉടമകളായിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത് ഡെഫിസിറ്റ് കൂട്ടിയിട്ടില്ല. അതെന്താ നമ്മൾ മറക്കുന്നത്? ധനക്കമ്മി ചുമ്മാ ഒരു പ്രഖ്യാപനം നടത്താനാണെങ്കിൽ ധനക്കമ്മി എവിടെയാണെങ്കിലും പോട്ടെ, അതൊന്നും നോക്കാതെ ചുമ്മാതെ പ്രഖ്യാപനം നടത്താമായിരുന്നു. 75,000 കോടി എന്നിപ്പോൾ പറഞ്ഞത് വേണേൽ 1,50,000 എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ കാണിച്ചിട്ടില്ല. വേണേൽ 6,000-ന് പകരം 20,000 എന്ന് പറഞ്ഞേച്ച് ധനക്കമ്മിയും കൂടും. അത് കൂട്ടാതെ, അത് 3.41 നിർത്തിയിരിക്കുക. അത് കൂട്ടാതെ എന്ന് പറയുമ്പോൾ വരുമാനം വളരെ ശ്രദ്ധിച്ചു. ഒരു വലിയ ഹോംവർക്ക് ചെയ്തേച്ചാൽ വരുമാനം എത്രയുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കിയത്, അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഇവിടെ കൂടുതൽ അക്കൗണ്ടുകൾ വന്നു എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ ടാക്സ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ അത് അക്കൗണ്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്നുള്ളത് ശരിയാണ്. അത് പലപ്പോഴും പലരുടെയും ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടഡ് മണിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അതൊരു പ്രോസസ്സാണ്. അത് ഇന്നുകൊണ്ട് എല്ലാം ശരിയാവുന്നല്ല. ഒരു ലോങ് പ്രോസസ്സിൽ ഇന്ത്യക്ക് ഒരു വലിയ മാറ്റം വരികയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഇതുവരെയുള്ള പരിപാടികളുടെ പലതിൻ്റെയും പ്രോഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത്. അങ്ങനെയാണെങ്കിൽ പലതും ഒരു ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് എത്രയാ? വെറും 1 രൂപ വെച്ച് മുടക്കിയാൽ അല്ലേ പേർക്ക് കിട്ടി. ഇതിനകത്തുണ്ട് 10 ലക്ഷം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. 4 മാസം പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. അങ്ങനെ പറയാം. അതായത് ഇപ്പൊ പറഞ്ഞ 4 മാസം പോലും ആകാത്ത ഒരു പദ്ധതിക്ക് ഇപ്പൊ തന്നെ 10 ലക്ഷം പേർക്കായി. എനിക്കറിയാവുന്ന ഒരു 5-6 പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അത് എന്ത് കാര്യത്തായിട്ടാണ് അവർ കാണുന്നത്? കാരണം ഒരു വിധത്തിൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള കോസ്റ്റാണ് ആശുപത്രിയിൽ. ഒരു സത്യമാണ്. ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് അവിടെ പോയി ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു മാർഗവുമില്ല. അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാർഗമില്ല. പലപ്പോഴും അതിന് പറ്റാത്തതുകൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്നു. ഒരു വലിയ വിഭാഗത്തെ കവർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ആ പദ്ധതി നമ്മളിങ്ങനെ കണ്ടില്ല എന്ന് നോക്കില്ല. ബഡ്ജറ്റിലല്ല, അതിന് മുമ്പുള്ള കേരളത്തിൽ ഇന്നത്തെ ബഡ്ജറ്റിൽ 1 ലക്ഷം രൂപയുടെ പദ്ധതികൾ മുമ്പുണ്ട്. നമ്മളിവിടെ കാരുണ്യ പോലെയുള്ള പദ്ധതികൾ നടത്തിയില്ല. കേരളത്തെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ബാലഗോപാൽ പറഞ്ഞത് മാതിരി ഇപ്പോൾ വെൽഫെയർ പെൻഷൻ തന്നെ മാസം 1,300 രൂപ കിട്ടുന്ന ആളെ ഒരു കാര്യമല്ലേ? അല്ല, ഇതൊരു കാര്യമല്ല. ഇതിനേക്കാൾ മികച്ച കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ? 10 ലക്ഷം പേർക്ക് കിട്ടി എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ പറ. 10 ലക്ഷം പേർക്ക് കിട്ടിയുള്ളൂ എന്ന് അത്രേ ഉള്ളൂ. നാളെ അത് 100 ലക്ഷം ആകുമല്ലോ. ശരി, ആവട്ടെ. ഇങ്ങനെ ഈ ബഡ്ജറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോയാൽ ജനങ്ങളുടെ അടുത്ത് ഏക്കത്തില്ല. എനിക്ക് വളരെ തമാശ തോന്നി. ഒന്ന്, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് ഇതിൻ്റെ സാമ്പിൾ സർവേയുടെ കണക്ക് വന്നിട്ടുണ്ട്. ഈ ഡിമോണിറ്റൈസേഷന് ശേഷം 3 കോടിയോളം സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അടച്ചുപൂട്ടി. GST ഡിമോണിറ്റൈസേഷൻ ഒന്ന്. പിന്നെ ധനക്കമ്മിയുടെ കാര്യം, അതും വലിയ തമാശയാണ്. ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് സിറ്റുവേഷൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ പെട്രോൾ വില ഒന്നുകൊണ്ട് മാത്രം ഈ ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജ് കഴിഞ്ഞ 5 വർഷം. അതിന് മുമ്പുള്ള മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്തോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തോ പെട്രോൾ വിലയിൽ ഉണ്ടായ വർധനവ്, ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ വന്നിട്ടുള്ള ഭീമമായ കുറവ്, അത് ജനങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അത് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മിച്ച ബജറ്റ് അവതരിപ്പിക്കാം. കാരണം നിങ്ങളുടെ കയ്യിൽ മാക്രോ എക്കണോമിക് അഡ്വാൻറ്റേജ് ഉണ്ട്. മൂന്നാമത്തെ പ്രശ്നം, ഇപ്പോൾ ആരോഗ്യ യോജനയെക്കുറിച്ച് പറഞ്ഞു. PM ഫസൽ യോജന ഉണ്ടായിരുന്നു. എന്തുണ്ടായി ഇപ്പോൾ? അത് ആ സാധനം എവിടെ ഇപ്പോൾ? അതിൻ്റെ പേരിൽ ഇൻഷുറൻസ് കമ്പനികൾ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നടത്തിയ തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ യോജനയും ഈ യോജനകളൊക്കെ പോയി യഥാർത്ഥത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയ മഹാത്മാഗാന്ധി
റൂറൽ Employment എംപ്ലോയ്മെന്റ് Guarantee യോജനയാണ്. ഇവര് നിരന്തരം തെറി പറഞ്ഞ ആ യോജന മാത്രമാണ് ഇപ്പൊ ശേഷിക്കുന്നത്. ബാക്കി യോജനയൊക്കെ അപ്പൊ അതിന് 60,000 കോടിയുടെ അലോക്കേഷൻ ഇത്തവണയും കൊടുക്കേണ്ടി വന്നു. കൊടുക്കേണ്ടി വന്നു. കൊടുക്കേണ്ടി വന്നല്ല, കൊടുത്തു. നല്ല കാര്യമല്ലേ? അല്ല, കൊടുത്തു. അല്ല, അദ്ദേഹം വിമർശിച്ചിരുന്ന ആളുകളാണ്. അതും തെറ്റാണോ? അല്ല, വിമർശിച്ചത് തെറ്റാണ്. ഇത് വലിയ പരാജയമാണ് ഞാൻ പറഞ്ഞത് ആളുകളാണ്. ഫ്രീബീസിനെ ഞങ്ങൾ അപഹസിക്കുന്നു. ഇവിടെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നവരാണ് ബാക്കിയുള്ളവർ. ഞങ്ങൾ അങ്ങനെയല്ല. ഫിസിക്കൽ കൺസോളിഡേഷൻ ഇന്ത്യയുടെ ഇത് ഇപ്പോ നേരത്തെ ഞാൻ ആദ്യം ചോദിച്ച ഒരു യു ടേൺ ഉണ്ട്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലമാണ് എന്ന് PC-ക്കും മൻമോഹൻ അല്ലെങ്കിൽ മോഡിക്കും പീയൂഷ് ഗോയലിനും അംഗീകരിക്കേണ്ടി വരും. ഇപ്പോ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഈ ഫ്രീബീസ് കൊടുത്ത് തൽക്കാലം ഒരു നമ്മൾ വോട്ട് മേടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ചായ മേടിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ, ആ മാതിരി ഒരു പണി ഇതാവും. എത്രത്തോളം വലിക്കുന്നു. അത് മാത്രമല്ല ശ്രീ പി.സി. തോമസ്, ഒന്നാമത് ഈ കണക്കുകളിൽ, സർക്കാരിന്റെ കണക്കുകളിൽ അവിശ്വാസമുള്ള ധാരാളം ആളുകളുണ്ട്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് മുൻ ധനമന്ത്രി പി. ചിദംബരം, അദ്ദേഹം ഈ ഡിമോണിറ്റൈസേഷൻ നടന്ന ഇയറിലാണ് 8.2 ഗ്രോത്ത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ 100 രൂപ നോട്ട് കൂടി നിരോധിക്കാമെന്ന് ഇന്ന് രാവിലെ പരിഹസിച്ചതേ ഉള്ളൂ. നോക്കൂ, നേരത്തെ പറഞ്ഞ മാതിരി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ തൊഴിൽ സംബന്ധിച്ച കണക്കുണ്ട്. പുറത്തുവിട്ടില്ല. അത് തടഞ്ഞു വെച്ച് ഒടുവിൽ അതിന്റെ കമ്മീഷൻ അംഗങ്ങൾ രാജിവെക്കുന്ന അവസ്ഥ. എന്തിന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പോലും മൂടി വെക്കുകയാണ്. എന്തുകൊണ്ടാണ് എക്കണോമിക് സർവേ ഇത്രയും പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി അല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്താ എക്കണോമിക് സർവേ വരാത്തത്? അപ്പൊ ഇതെല്ലാം എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, പണ്ട് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞത് എന്താ, ഈ ജയിച്ചത് മുഴുവൻ വോട്ടിംഗ് യന്ത്രത്തിൽ കുഴപ്പം വന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇനി ഒരിക്കലും ഭരിക്കത്തില്ല. കാരണം അത് വീണ്ടും ചെയ്തില്ലേ? അതിനുള്ള അതൊന്നും ആ ആർഗ്യുമെന്റ് ഒന്നും കേരളത്തിലോ ദയവീത് ഞാൻ പറയട്ടെ, ആം ആദ്മി പാർട്ടി എന്നും കോൺഗ്രസിനെതിരായിരുന്നു. പക്ഷെ ഇപ്പോൾ അനുകൂലിക്കുന്നു. കാര്യം പറയാ ഇപ്പൊ പറയാ മൻമോഹൻ സിംഗിന് അനുകൂലമായിട്ട് ഇന്നലെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ജനങ്ങൾ നിങ്ങളുടെ 2 ചർച്ചയും കേട്ടിട്ടുള്ള ഇന്നലെ ഈ കണക്ക് തെറ്റാണെന്ന് പറയാനുള്ള കാര്യം ഒരു കാര്യമില്ല. സാമ്പത്തിക വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ മേലുള്ള ഇപ്പൊ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്ക് പറഞ്ഞു, നീതി ആയോഗിന് മുകളിൽ ഇങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇത്തരം സംഘടനകളുടെയും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരുടെയും ഒക്കെ മുകളിൽ സമ്മർദ്ദം ചെലുത്താണ്. ആർക്കും ഒരു പിടുത്തവും ഇല്ല കണക്ക് ശരിയാണോ ഇല്ലയോ. ഇതൊക്കെ തെരഞ്ഞെടുപ്പുള്ള മാനിപ്പുലേഷൻ ആണെങ്കിലോ? എനിക്കൊരൊറ്റ ആശ്വാസ വാക്ക് പറയാൻ പറ്റും. നിങ്ങളൊക്കെ എതിര് പറയുന്നവരൊക്കെ, നിങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എതിര് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. ജനങ്ങൾക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതുവരെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതുകൊണ്ട് തെറ്റാണെന്ന് ആര് പറഞ്ഞാലും അത് തെറ്റാകത്തില്ല. ഇപ്പോൾ 4-5 ലക്ഷം രൂപ വരെ എക്സംപ്റ്റ് ചെയ്തപ്പോൾ അതും തെറ്റാണ് എന്ന് നേരിട്ട് പറയാൻ വയ്യാത്തതുകൊണ്ട് വളഞ്ഞ വഴി തെറ്റാന്ന് പറയാം. 6.5 ലക്ഷം വരെ ഒഴിവാകുക. കാരണം ഡിഡക്ഷൻസ് വരുമ്പോഴത്തേക്ക് എത്രയോ പേര് രക്ഷപ്പെടുക. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ലാഭം ഉണ്ടാക്കിയത് എങ്ങനെയാ? ധനക്കമ്മിയോ അധികം ഉണ്ടാകാതില്ല. ധനക്കമ്മിയുടെ കാര്യം വരട്ടെ, നമുക്ക് പുതിയ സർക്കാർ കണക്കുകൾ പുതുക്കട്ടെ. നമുക്ക് ധനക്കമ്മിയുടെ കാര്യം ഇപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയും. ശരി. ശ്രീ മാത്യു കുഴൽനാടൻ, ഇതിപ്പോ സർക്കാർ എന്തൊക്കെ 5 വർഷം ഞങ്ങൾ നേടി എന്നുള്ളത് കൂടി കൃത്യമായി സൂചിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ. അവിടെ വനിതകൾക്ക് വേണ്ടി ഉജ്ജ്വല യോജന പ്രകാരം 8 കോടി ഗ്യാസ് കണക്ഷൻ എന്ന് സർക്കാരിന് പറയാം. സ്വച്ഛ ഭാരത് മിഷൻ വഴി എത്ര പുതിയ ശൗചാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സർക്കാരിന് പറയാൻ കഴിയും. എത്ര ഗ്രാമങ്ങൾ വെളിയുടെ വിസർജന വിമുക്തമായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. 35 കോടി പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ, അലമാരിയിലും അതുപോലെ തന്നെ കിടക്കയിലെ അടിയിലൊക്കെ ഇരുന്ന പണം അക്കൗണ്ടഡ് ആവുന്നു. ടാക്സ് കംപ്ലയൻസ് കൂടുന്നു. നമ്മുടെ ഈ പറയുന്ന എക്കണോമിക് സൂചകങ്ങൾ സ്റ്റേബിൾ ആകുന്നു. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കോണമിയായി മാറുന്നു. ഡെവലപ്പിംഗ് എക്കോണമികളുടെ ഇടയിൽ 6ാമത്തെ വലിയ എക്കോണമിയായി മാറുന്നു. കഴിഞ്ഞ ലിബറലൈസേഷന് ശേഷം വന്നിട്ടുള്ള ഒരു ഭരണകൂടത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രോത്ത് നടന്നു. ഇതൊക്കെ നിഷേധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെന്റിന് സൗകര്യമുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നുള്ളതല്ലാതെ, ഞാൻ നിങ്ങളെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന സമയം തരുമെന്നുണ്ടെങ്കിൽ കാര്യം പറയാം. ഇവര് അനൗൺസ് ചെയ്ത 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയ്ക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സ്മാർട്ട് സിറ്റീസിന്റെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ അവർ പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യ, അത് ഞാൻ ഇവിടെ അതും പരാജയം. സ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പഴയ ബഡ്ജറ്റ് കോട്ടിംഗ് വേണേ പറയാം. അവർ പറഞ്ഞത് 40 കോടി ചെറുപ്പക്കാരെ സ്കിൽ ഇന്ത്യ വഴി ട്രെയിൻ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. നാഷണൽ പോളിസി ഫോർ സ്കിൽ
ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് 2015 പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന പേരിൽ അടുത്ത പ്രഖ്യാപനം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഡേറ്റ ഞാൻ പറയാം. ഈ ജൂലൈ 2017 വരെ 30,67,000 ആളുകളെയാണ് ട്രെയിൻ ചെയ്യാൻ പറ്റിയത് എന്ന് ഈ PMKVYയുടെ ഒഫീഷ്യൽ ഡേറ്റ റിലീസ് ഉണ്ട്. അതിൽ തന്നെ 2.9 ലക്ഷം ആളുകൾക്കാണ് ജോലി ലഭിച്ചത്. അതായത് 40 കോടി ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞത് സ്കിൽ ഇന്ത്യ. ഇനി അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇന്നും മൻരേഗ അതായത് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് അവർ 60,000 കോടി അനുവദിച്ചു എന്ന് ഈ ബഡ്ജറ്റ് പറഞ്ഞു. ഇന്നത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും മേക്ക് ഇൻ ഇന്ത്യ കേട്ടോ? മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ച് ഒരു അലൊക്കേഷനോ അതിനെ കുറിച്ചുള്ള പരാമർശമോ കേട്ടോ? അവരേറ്റവും കൊട്ടിക്കൊഴിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. ടേക്ക് ഓഫ് ചെയ്തില്ല. ഇൻഫാക്ട് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നതിന് ശേഷം ഈ GST ഡിമോണിറ്റൈസേഷൻ എല്ലാം വന്ന് ഒരു രീതിയിലും ടേക്ക് ഓഫ് ചെയ്യാതെ മേക്ക് ഇൻ ഇന്ത്യ പോയി. പിന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ് എത്ര രൂപയുടെ അലോക്കേഷൻ, എന്തോരം കാര്യങ്ങൾ, എന്തോരം അഡ്വർടൈസ്മെന്റ് അതിന്റെ പേരിൽ നടത്തി. അവർക്ക് ഇതിന്റെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചോ? ഈവൻ ഗംഗ ശുദ്ധീകരിക്കുന്ന കാര്യം പോട്ടെ, ഗംഗാ മിഷൻ അവരാകെ ചെയ്തത് ഇവിടെ പ്രതിമ നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ് ആയി പറയുന്ന ഇപ്പോ കോടിക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ പറഞ്ഞില്ലേ, അതും കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവാണ്. ഓർക്കുന്നില്ലേ, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഡയറക്ട് DBT എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നതാണ് ഇവർ ഈ അവകാശപ്പെടുന്ന, ഇവർ ഈ പറയുന്ന ഈ അക്കൗണ്ടുകൾ ഉണ്ടായെന്ന് പറഞ്ഞത്. ഇന്നും നമ്മുടെ ഒരു റൂറൽ ഏരിയയ്ക്ക് ഏറ്റവും നഷ്ടലായി നിൽക്കുന്ന ഒരു സോഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉള്ള ഒരു സ്കീം എന്ന് പറയുന്നത് മൻരേഗയാണ്. മഹാത്മാഗാന്ധി റൂറൽ അല്ല അതുണ്ട് ശ്രീ മാത്യു ഒരു പ്രശ്നം അവിടെ ഉള്ളത്. ഒരു കോൺട്രിബ്യൂഷൻ അല്ല അതിപ്പോ ഐഡിയ ഞങ്ങളുടേതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളിൽ വല്ല കാര്യമുണ്ടോ? ഇപ്പോ ജൻധൻ, ആധാർ നിങ്ങളുടെ കാലത്തെ നിങ്ങളുടെ മസ്തിഷ്ക ശിശുവായിരുന്നു. മൊബൈൽ ഫോണുമായി ഇതൊക്കെ ബന്ധിപ്പിക്കൽ, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കോൺഗ്രസ് ആലോചിച്ചിരുന്നതാണ്. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ നിലയ്ക്ക് കോൺഗ്രസ് ആലോചിച്ചിരുന്നതാണ്. ശരി, ഇതിൻ്റെ ഒക്കെ ഐഡിയ നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാം. പക്ഷേ ഇത് നടപ്പാക്കിയിട്ടുള്ളത് ആരാണ്? ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീമിൽ ഉദ്ദേശിച്ചതും അതാണല്ലോ. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഈ സർക്കാർ നടപ്പാക്കുന്നു എന്ന വ്യത്യാസം ഉണ്ട് അവിടെ. അല്ല അഭിലാഷേ, അത് ഞാൻ പറഞ്ഞത് നമ്മുടെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് ഈ രാജ്യത്ത് സർവൈവ് ചെയ്തത്. ഇനി ഞങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിലനിന്നതോ സർവൈവ് ചെയ്തതോ നിലനിൽക്കുന്നതോ ആയതെല്ലാം കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളാണ്. അതാണ് ഒരു സർക്കാരിന് അവസാന കാലഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ട രീതി ഇതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അവർ കൊണ്ടുവന്ന ആശയങ്ങളൊന്നും ടേക്ക് ഓഫ് ചെയ്തില്ല. കോൺഗ്രസ് കൊണ്ടുവന്ന ആശയങ്ങളും കൊണ്ടുവന്ന പദ്ധതികളും ഇന്നും നിലനിൽക്കുന്നു. അതും വർദ്ധിച്ച ശോഭയോടുകൂടി ഈ രാജ്യത്ത് ജനങ്ങളുടെ വികസനത്തിന് അല്ലെങ്കിൽ അവർക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ അവർ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുന്നു. ആധാർ അല്ലെങ്കിൽ പിന്നെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ജൻധൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇവരുടെ ഒരു ഒറിജിനൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡിമോണിറ്റൈസേഷനും പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന GST നടപ്പിലാക്കുക, രണ്ടും അമ്പേ പാളി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് എനിക്ക് ഒരുപാട് സ്കീംസ് പറയാൻ കഴിയും. ഇവർ കൊണ്ടുവന്ന ഏതാണ് ടേക്ക് ഓഫ്, ഇവരുടെ ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞ് അഭിലാഷ് ഒരു വളരെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തനാണ്. BJP സർക്കാർ, ഞാൻ ഒരു കാര്യം അംഗീകരിക്കാം, ടു ബി ഫെയർ ഓൺ മൈ സൈഡ്, ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവർ കൊണ്ടുവന്ന റിഫോംസില് അംഗീകരിക്കുന്നത് വെച്ചാൽ ഈ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോഡ്, അത് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അതൊരു നല്ല ഒരു ഇതായിരുന്നു. അതല്ലാതെ അത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ എക്കോണമിയെ പോസിറ്റീവായി സ്വാധീനിച്ച, ഇന്ത്യൻ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രൗത്തിനെ സ്ട്രെങ്തൻ ചെയ്ത ഒരു സിംഗിൾ ഒരു പോയിന്റ് പറയാൻ പറ്റും. അല്ല നമുക്ക് അതിലിപ്പോ സർക്കാരിന്റെ കണക്കുകളെ ആശ്രയിക്കുകയല്ലാതെ വഴിയില്ല ശ്രീ മാത്യു. എന്തായാലും നമുക്കത് പരിശോധിക്കാം. വരട്ടെ, ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ മുദ്ര ലോൺ, അത് അവിടെയാണ് നേരത്തെ ശ്രീ PC തോമസ് സൂചിപ്പിച്ച MSME സെക്ടറിലുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വായ്പ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഈ ബജറ്റ് പ്രഖ്യാപനത്തിലും അതേക്കുറിച്ച് ധനമന്ത്രി ഓർക്കുകയുണ്ടായി. ഇപ്പോൾ തൊഴിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഇതുവരെ തൊഴിൽ അന്വേഷകനായിരുന്ന ആൾ തൊഴിൽ ദാതാവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ അതിനെക്കുറിച്ചുള്ള മറുപടി. PM കൗശൽ വികാസ് യോജന വഴി 1 കോടി യുവാക്കൾക്ക് പരിശീലനം നൽകുന്നു എന്നും കൂടി അദ്ദേഹം ആവർത്തിക്കുന്നു. എനിക്ക് എത്ര പുതിയ ചെറുകിട വ്യവസായങ്ങളോ സ്റ്റാർട്ടപ്പുകളോ വന്നു എന്നും അങ്ങനെ വന്നതിൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും സംബന്ധിച്ച് ആധികാരികമായ ഡേറ്റയില്ല. പക്ഷേ ഇതാ സർക്കാരിൻ്റെ അവകാശവാദം ഇതാണ്. സർക്കാരിൻ്റെ ഈ അവകാശവാദം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഡാറ്റ വെച്ച് തന്നെ വേണം. കാരണം ഈ സർക്കാർ എടുത്ത ബാക്കി പദ്ധതികൾ മുഴുവൻ വൻ പരാജയമായിരുന്നു എന്ന് കാണുമ്പോൾ
അതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നേരത്തെ PM ഫസൽ യോജനയുടെ കാര്യമോ അല്ലെങ്കിൽ PM ആശാ യോജനയുടെ കാര്യമോ ഇതിൻ്റെ ഒക്കെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയെ പറ്റി ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ എന്ന വാക്ക് പറയുന്നില്ല. അതുപോലെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പദ്ധതികൾ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ്, എന്താ സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥിതി? എന്താ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ കേരളത്തിൽ അടക്കം നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും വലിയ തോതിലുള്ള പ്രചരണം നടത്തി എന്നുള്ളതല്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ പ്രചരണത്തിന് കൂടുതൽ പണം ചെലവാക്കി, പക്ഷേ ആക്ച്വലി എത്രയുണ്ടായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊഴിൽ NSSOൻ്റെ തൊഴിൽ ഡാറ്റ, ലേബർ ഡാറ്റ പുറത്തു വരണം. അത് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടി ഇതിനു മുമ്പ്. കാരണം വർഷം 2 കോടി ആളുകൾക്ക് പുതുതായി തൊഴിലുണ്ടാക്കുമെന്ന് പറഞ്ഞു വന്നൊരു സർക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ അധികാരമേൽക്കുമ്പോഴുള്ള തൊഴിൽ ഇപ്പോഴുണ്ടോ എന്ന ഡാറ്റയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പറയാൻ പറ്റൂ. അതില്ല എന്നതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ NSSOൻ്റെ സർവേയുടെ അല്ലെങ്കിൽ മറ്റ് സർവേകളുടെ ഫലം. അങ്ങനെ വരുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചതുകൊണ്ട് ജനങ്ങളാകെ ആഹ്ലാദിച്ചെന്നാൽ അത് വരും എന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം അവർ ഇതിൽ വലിയ പദ്ധതി കുറേ കേട്ടിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ കാലത്തും കേട്ടിട്ടുണ്ട്, പലരും നടപ്പാക്കാതെ പോയിട്ടുണ്ട്, നടപ്പായതുകൊണ്ട്. ഇവരുടെ കാലത്തും കേട്ടിട്ടുണ്ട്, നടപ്പായതും നടപ്പാവാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കറിയുടെ മുകളിൽ ഉപ്പിടുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിന് എഡ്യൂക്കേഷനിൽ മാറ്റം വരണം, അതിന് വിഷനിൽ മാറ്റം വരണം. അതൊന്നും തൊടാതെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് കുറേ പൈസ ചിലവാക്കി കുറേ ആളുകളെ വിളിച്ച് എന്തോ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ, എത്ര പേർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്തു, എത്ര പേർക്ക് അതിൽ തൊഴിൽ കിട്ടി? 1% പേർക്ക് പോലും തൊഴിൽ കിട്ടിയില്ല. 1% പേര് പോലും ലക്ഷ്യത്തിൽ ട്രെയിനിങ് കിട്ടിയില്ല. അങ്ങനെ വന്നാൽ ഈ പ്രഖ്യാപനത്തിന് എന്താ അർത്ഥം? അതുകൊണ്ടാണ് ഇത് കണക്കില്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ വെറും മറ്റേ എന്താ പറയുക, കടലാസ് മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ ഇരിക്കുന്നു പറഞ്ഞത്. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രതീതി, രാജ്യത്ത് നിലനിൽക്കുന്ന പ്രതീതി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ 2014 UPA കറപ്റ്റാണ് എന്നൊരു പ്രതീതി ഉണ്ടായത് നിങ്ങളെ വല്ലാതെ ഇത്ര മോശമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 പോകുമ്പോൾ ഉള്ള പ്രതീതി എക്കോണമി വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എങ്കിൽ, പ്രൂഡൻ്റ് ആണ് എന്നുള്ളതാണ് എങ്കിൽ, ഒപ്പം സർക്കാരിന് കൈ അയച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുമുണ്ട്, അതിൻ്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണെങ്കിൽ, അതിൻ്റെ യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് രാജ്യത്തുള്ളത് എങ്കിൽ അതാർക്കാവും ഗുണം ചെയ്യുക? അല്ല, പക്ഷേ അഭിലാഷ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇന്ന് നിലവിലെ രാജ്യത്തുള്ള പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കാർ നിലകൊള്ളുന്നത് ഇവിടുത്തെ ഒരു വരേണ്യ വർഗത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്കറിയാം, അംബാനിയും അദാനിയും അടക്കമുള്ള, നീരവ് മോഡിയും ലളിത് മോഡി, വിജയ് മല്യയും അടക്കമുള്ള അവർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ, അവർക്ക് കൊടുത്ത ആനുകൂല്യങ്ങളും. ഇന്ന് രാജ്യം ഈ അടുത്ത കാലത്ത് കാണുന്ന ഏറ്റവും വലിയ ഫാം ഡിസ്ട്രസ് അല്ലെങ്കിൽ ഈ ഒരു കാർഷിക മേഖലയിൽ വലിയ ഒരു ഡിസ്ട്രസ് നിലനിൽക്കുന്നു. കർഷകരുടെ രോഷം ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇനി ഞങ്ങൾക്ക് അനുകൂലമായ പെർസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാതിക്കൽ വന്നതെന്നല്ല, രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ഞങ്ങൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും, സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കഴിഞ്ഞൊരു 4 വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് അന്നു മുതൽ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചും കർഷകർക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞ് വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തി. കഴിഞ്ഞ 3 സംസ്ഥാനങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നപ്പോൾ 24 മണിക്കൂറിനകം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നതിന് ഒരു ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഇവർ കർഷകർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് 75,000 കോടി രൂപ വരുന്ന ഒരു ആശ്വാസ പദ്ധതിയാണ്. നിങ്ങൾ ഓർക്കണം, 2008 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ കർഷകർക്ക് 72,000 കോടി രൂപയുടെ കാർഷിക കടാശ്വാസ പദ്ധതി 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചാണ്. ആ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലമുള്ള, ആ ചരിത്രമുള്ള കോൺഗ്രസ് രാജ്യത്ത് കർഷകരുടെ കാർഷിക കടം എഴുത്തള്ളുമെന്ന് പറഞ്ഞപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വലിയ കാർഷിക പോപ്പുലേഷനുള്ള വലിയ കർഷകരും കർഷക തൊഴിലാളികളുമുള്ള അവിടെ പാർട്ടി ഒറ്റയ്ക്കാണ് അധികാരത്തിൽ വന്നത്. അത് ഞങ്ങൾ ആഗ്രഹിച്ച കൂട്ടുപോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പെർസെപ്ഷൻ നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധി കർഷകരുടെ ഒരു ചാമ്പ്യനായി നിൽക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രഷറാണ്, അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാർഷിക വിഷയങ്ങൾക്ക് കൊടുത്ത ഒരു പ്രാധാന്യമാണ് നരേന്ദ്രമോദിയെ ഇൻട്രീം ബഡ്ജറ്റ് കൊണ്ടുവന്ന് അതിൽ കർഷകർക്ക് വേണ്ടി ഇത് പ്രഖ്യാപിക്കാൻ നിർബന്ധിതമാക്കിയത്. ഇതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസ് എടുക്കാൻ കഴിയും.
തന്നെയുമല്ല അധികാരത്തിൽ വന്നാൽ മിനിമം വേതനം ഉറപ്പാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മിനിമം വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലുള്ള സ്കീം അദ്ദേഹം അഡ്വാൻസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു പരിശ്രമം, ഈ ഒരു അഭ്യാസം ഇത് പാളിപ്പോയി. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന് ഇത് നേട്ടമാക്കി എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ കേരളത്തിന്റെ ഉദാഹരണം പറഞ്ഞു. കേരളം പോലൊരു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ആളുകൾ വലിയൊരു വിഭാഗം ജനങ്ങൾ നേരിട്ട് വാങ്ങുന്ന ആളുകളാണ്. അവർക്ക് മാസം 1300 രൂപ കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് അവിടുത്തെ കർഷകരെ സംബന്ധിച്ച് ഒരു വർഷം 3 തവണയായി 2000 രൂപ വരെ കിട്ടുക എന്നുള്ളത് അവനെ സംബന്ധിച്ചൊരു വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ കേരളത്തിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതൊന്നല്ലല്ലോ ഉത്തരേന്ത്യൻ സാഹചര്യങ്ങൾ. മാത്രമല്ല, റൈത്ത് ബന്ധു എന്ന പദ്ധതി ചന്ദ്രശേഖർ റാവു നടപ്പാക്കിയിട്ടുണ്ട് തെലങ്കാനയിൽ. സമാനമായ വിധത്തിലായിരുന്നു, 8000 രൂപയാണ് എന്നുള്ളതേ ഉള്ളൂ ചെറിയ വ്യത്യാസം. അതിന് വലിയ സപ്പോർട്ടാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം എങ്ങനെയാണ്, എത്ര വലിയ വിജയമാണ് തെലങ്കാനയിൽ നേടിയത് എന്ന് നമ്മളെ സംബന്ധിച്ച് അറിയാമല്ലോ. അപ്പോൾ ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ളത് മുൻ സർക്കാരും ആലോചിച്ചതാണ്, പക്ഷേ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ സർക്കാർ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നടപ്പാക്കുന്നു എന്നുള്ളതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതല്ലേ? ഇവിടെ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കേരളത്തിലെ കണക്കല്ല മറ്റു സംസ്ഥാനങ്ങളിൽ. ദരിദ്രനാരായണന്മാരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകളുടെ സംസ്ഥാനങ്ങളിൽ അവിടെ ഈ ദിവസം 4 രൂപ വെച്ച് ഒരു കുടുംബാംഗത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് 20 രൂപ ദിവസം കിട്ടിയാൽ തന്നെ വലിയ ആഹ്ലാദമുള്ളവരുണ്ടാവാം. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി ആകെ അങ്ങ് വല്ലാതായി. കർഷകരൊക്കെ അങ്ങ് അളമുട്ടി വഴിയിലിറങ്ങി കലാപത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്നുള്ളത് കാണണം. അതുകൊണ്ട് തന്നെ അത്തരം സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ എത്രത്തോളം ഒരു മയക്കുമരുന്ന് പോലെ ഉപയോഗിക്കപ്പെടുമെന്നുള്ളതിനകത്ത് എനിക്ക് സംശയമുണ്ട്. ഏതായാലും BJPയുടെ തിങ്ക് ടാങ്ക് ആകെ ആലോചിച്ച് ചെയ്തൊരു പരിപാടിയായിരിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസും ഇതുപോലെ തന്നെ ചില പദ്ധതികൾ കൊണ്ടിരുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികൾ എന്ന നിലയിലാണ്. പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ BJPയുടെ സമീപനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടവരാണല്ലോ ജനങ്ങൾ. അവരങ്ങനെ അങ്ങ് മറക്കുമോ? 15 ലക്ഷം വെച്ചൊരു കുടുംബത്തിന് കൊടുക്കും എന്ന് പറഞ്ഞതും ഈ കാർഷിക സാധനങ്ങളുടെ വില ഉറപ്പാക്കുന്ന തരത്തിലേക്ക് 150% ഉൽപ്പാദന ചെലവിൻ്റെ 150% എന്നുള്ള കാര്യം പറഞ്ഞതും തൊഴിലവസരങ്ങളെ പറ്റി 2 കോടി തൊഴിലവസരം പറഞ്ഞതൊക്കെ ആളുകൾ മറക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പം ഒരു ത്രികോണ മത്സരത്തിൽ കൂടി ഹരിയാനയിൽ ഒരു സീറ്റ് അവർക്ക് ചെറിയ ഭൂരിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാജസ്ഥാനിൽ കോൺഗ്രസിനാണ് ഒരു സീറ്റ് കിട്ടിയത്. കോൺഗ്രസിനും അധികം ഗുണമുണ്ടാകുന്നില്ല. കോൺഗ്രസും BJPയും മാത്രമുള്ള സ്ഥലത്ത് BJP പരാജയപ്പെടുകയും കോൺഗ്രസ് വരികയും ചെയ്യുന്നു. BJPയും കോൺഗ്രസും മറ്റേതെങ്കിലും പ്രാദേശിക കക്ഷി ശക്തമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഹരിയാനയിലെ തോറ്റുപോയെങ്കിലും 2ാം സ്ഥാനത്ത് വന്ന കക്ഷി അത്രയും കൂടുതൽ വോട്ട് പിടിച്ചു വന്നത്. ചെറിയൊരു മാർജിൻ അവർ തോറ്റുപോയി. കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ് വളരെ താഴെ 10,000 വോട്ട് പിടിച്ച് അവിടെ തോറ്റത്. അപ്പം കോൺഗ്രസിനും BJP എന്ന നിലയിൽ ഇവർ രണ്ടും മാത്രമുള്ളിടത്ത് കോൺഗ്രസിന് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ ഒരു പ്രാദേശിക കക്ഷി ഉണ്ടെങ്കിൽ കോൺഗ്രസും പുറകോട്ട് പോകുന്നു. കാരണം അത്രയും ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ വെച്ചത്. തെരഞ്ഞെടുപ്പ് വേളയിൽ പരിശോധിക്കുക. ഇതുകൊണ്ട് മാത്രം അത്ഭുതം സംഭവിക്കുമോ എന്നും പറയാനാവില്ല. ശ്രീ CR നീലകണ്ഠൻ, അരവിന്ദ് സുബ്രഹ്മണ്യത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഡിമോണിറ്റൈസേഷന് ശേഷം നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടി. ആളുകൾ വലിയ തോതിൽ കഷ്ടപ്പെടുന്ന കാലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അപ്പോഴും ജനങ്ങൾ ഇത് കള്ളപ്പണത്തിനെതിരെ ഒരു വലിയ കുരിശുദ്ധമാണ്, ഞങ്ങൾ കൂടെ നിൽക്കണം എന്നൊരു മാനസിക ഭാവം അവരെ സംബന്ധിച്ചുണ്ടായി. അത് പ്രതിഫലിച്ചു എന്നാണ് അദ്ദേഹം കാണുന്നത്. ഇവിടെ നോക്കൂ, ഈ സർക്കാർ അവകാശപ്പെടുന്നത് പോലെ റേറ, അതുപോലെ ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട്, ഫ്യൂജിറ്റീവ് എക്കണോമിക് ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകൾ നടപ്പാക്കുന്നു. ഇവിടെ ടാക്സ് കംപ്ലയൻസ് കൂടി, മണി അക്കൗണ്ടഡായി, ഇങ്ങനെയൊക്കെയുള്ളൊരു സാമ്പത്തിക സാഹചര്യം വരുന്നു. അങ്ങനെയുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ള നിലയിൽ മോഡി സർക്കാർ പണം കൊടുക്കുകയും ചെയ്യുന്നു. അത് ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു നല്ല സർക്കാർ, ഭ്രഷ്ടാചാർ മുക്ത് സർക്കാർ എന്നാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. അഴിമതിയൊന്നുമില്ലാത്ത, മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാത്ത സർക്കാരിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ കഴിയില്ലേ ഇതിനൊക്കെ? അല്ല, ഒന്നാമത് ഭ്രഷ്ടാചാർ മുക്ത സർക്കാർ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ റാഫേലൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനം, നേരത്തെ അരവിന്ദ് സുബ്രഹ്മണ്യം പറഞ്ഞ ഉദാഹരണം, ഈ നോട്ട് നിരോധനത്തിൻ്റെ യഥാർത്ഥ അനുഭവം ആളുകൾക്ക് കിട്ടുന്നതിന് മുമ്പ് കുറേ ആളുകളിലെങ്കിലും ഒരു മോഹമുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ കള്ളപ്പണമൊക്കെ പിടിക്കും, നിങ്ങൾക്കൊക്കെ 15 ലക്ഷം രൂപ കിട്ടും, രാജ്യമൊക്കെ ക്ലീനാവും, ആ പണം കൊണ്ട് ഞങ്ങൾക്ക് ഗുണം കിട്ടും. പക്ഷേ അത് കഴിഞ്ഞുള്ള കാലം നോക്കൂ. അത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നോട്ട് നിരോധനത്തിൻ്റെയും പിന്നീട് വന്ന GSTയുടെയും ദുരന്തം ജനങ്ങൾക്ക് ബോധ്യം വന്നത്.
അത് ബോധ്യം വരുന്നത് വരെ ഇപ്പോൾ ആളുകൾ നേരിട്ട് ബാധിച്ചില്ല, കുറേ ബാധിച്ചെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പുരോഗതി ഉണ്ടാവും. ഇതൊരു തരം കപട രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇത് വലിയ കാര്യം ഉണ്ടാവും. പക്ഷേ ജനങ്ങളുടെ അനുഭവം വന്നു. അതിനുശേഷം യു പിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊക്കെ BJP പുറകോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ഇപ്പോഴും ഇപ്പോൾ ഫ്രീ ബീസ് കൊടുക്കുന്നതിനാ. മറ്റത് വലിച്ചിരുന്നെങ്കിൽ രാജ്യമാകെ സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരാജയ സമ്മതം സംഗതി കൂടിയുണ്ട്. തീർച്ചയായും എന്തായാലും അവസാന ബോളിൽ സിക്സർ അടിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ പന്ത് അതിർത്തി വരെ കടന്നു പോകുമോ അതോ ബൗണ്ടറി ലൈനിനരികെ ക്യാച്ച് ആവുമോ എന്നറിയാൻ നമ്മൾ മെയ് മാസം വരെ കാത്തിരിക്കണം. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ KN ബാലഗോപാൽ, ശ്രീ PC തോമസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള.